അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാംഗ്വേജ് പ്രാക്ടീസ് എന്ന ഭാഗമാണ്. ഓക്കെ, ലാംഗ്വേജ് ഇൻ ആക്ഷൻ എന്ന വിഷയത്തിലെ ലാംഗ്വേജ് പ്രാക്ടീസ് എന്ന ഭാഗമാണ്. സോ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ലാംഗ്വേജ് പ്രാക്ടീസ് എന്നാണ്. എന്താണ് ലാംഗ്വേജ് പ്രാക്ടീസ്? വി ഹാവ് ടു ഗിവ് മോർ അറ്റൻഷൻ ടു ദി title itself. It's language practice. Okay, it is a way of looking at a language that combines thinking about it with actually using, teaching and studying it. It is a way of looking at a language. ഒരു ലാംഗ്വേജിനെ നോക്കി കാണുന്ന രീതിയാണ് that combines. അതിലെന്തൊക്കെയുണ്ട്? ജസ്റ്റ് വെറുതെ നോക്കി കാണില്ല. ഇപ്പോൾ ഒരുമിച്ച് ആലോചിക്കുകയും വേണം, അതുപോലെ തന്നെ അതിനെ യൂസ് ചെയ്യുകയും വേണം, പഠിപ്പിക്കുകയും വേണം, ആൻഡ് അതിനെക്കുറിച്ച് പഠിക്കുകയും വേണം. അപ്പോൾ ഈ ഒരു 4 സിസ്റ്റം അല്ലെങ്കിൽ 4 തിങ് ഒരുമിച്ച് കൂടി വർക്ക് ചെയ്യുന്ന സംഭവമാണ് എന്ത്? ലാംഗ്വേജ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻസ്പയർഡ് ബൈ പൗലോ ഫ്രൈറേസ് ഐഡിയ. പൗലോ ഫ്രൈറേ സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഐഡിയയിൽ നിന്നാണ് ഇത് ഉടലെടുത്ത് വന്നിട്ടുള്ളത്. എംഫസൈസിങ് ദ കണക്ഷൻ ബിറ്റ്വീൻ റിഫ്ലക്ഷൻ ആൻഡ് ആക്ഷൻ. ഒരു കാര്യം ചിന്തിച്ചാൽ മാത്രം പോരാ, അത് പ്രവർത്തന പദത്തിൽ കൊണ്ടുവരികയും വേണമെന്ന പൗലോ ഫ്രൈറയുടെ ആശയമാണ് ഇതിൻ്റെ ജന്മമെടുക്കാൻ കാരണം. ഓക്കെ, ഇറ്റ്സ് ദിസ് ലാംഗ്വേജ് ആസ് മോർ ദാൻ ജസ്റ്റ് ഗ്രാമർ ഓർ വൊക്കാബുലറി. അത് ലാംഗ്വേജിനെ ജസ്റ്റ് ഗ്രാമറോ വൊക്കാബുലറിയോ അത് മാത്രമായിട്ടല്ല കാണുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ആസ്പെക്ട്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ആശയവിനിമയത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള, രാഷ്ട്രീയമായിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള മേഖലകളെല്ലാം തന്നെ ഇതിൽ പരിഗണിക്കുന്നുണ്ട്. ഇറ്റ് വ്യൂസ് ലാംഗ്വേജ് ആസ് ഡീപ്ലി കണക്റ്റഡ് ടു സൊസൈറ്റി. അത് ഭാഷയെ സമൂഹവുമായി വളരെ ആഴത്തിലുള്ള ബന്ധമുള്ളതായിട്ടാണ് കാണുന്നത്. നമ്മുടെ സമൂഹവുമായിട്ട് മാത്രമല്ല, നമ്മുടെ വിശ്വാസങ്ങൾ, അതുപോലെ തന്നെ അതൊരു ന്യൂട്രൽ ആയിട്ടുള്ള സംഭവമല്ല, അതൊരു ഐസൊലേറ്റ്, അതായത് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സംഭവമല്ലാതെ നമ്മുടെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരികമായിട്ടുള്ള മേഖലകളെല്ലാം തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണിത്. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസങ്ങളെ രൂപപ്പെടുത്തുന്നതിലും നമ്മുടെ ചിന്തകളെ രൂപപ്പെടുത്തുന്നതിലും എല്ലാം തന്നെ ലാംഗ്വേജിന് കാര്യമുണ്ട്, അല്ലെങ്കിൽ അതിൽ പ്രസക്തിയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു തരം തോട്ടാണ് ലാംഗ്വേജ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ലാംഗ്വേജ് പ്രാക്ടീസ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇറ്റ് ചലഞ്ചസ് ദ ഐഡിയ ദാറ്റ് ലാംഗ്വേജ് ഈസ് ന്യൂട്രൽ. ലാംഗ്വേജ് ന്യൂട്രൽ ആണെന്നുള്ള ഒരു ഐഡിയയെ തന്നെ, കോൺസെപ്റ്റിനെ തന്നെ, ചിന്തയെ തന്നെ എന്ത് ചെയ്യുന്നത്? വെല്ലുവിളിക്കുന്നു. ഇറ്റ് ഫോക്കസ് ഓൺ ഹൗ ലാംഗ്വേജ് റിഫ്ലക്ട്സ് ആൻഡ് ക്യാൻ ചേഞ്ച് എക്സിസ്റ്റിംഗ് പവർ സ്ട്രക്ചേഴ്സ്. നിലവിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു ശക്തി സ്ട്രക്ചറുകളുണ്ടല്ലോ, അതായത് ഇപ്പോൾ ജന്മികുടിയൻ ബന്ധം, അല്ലെങ്കിൽ ഉയർന്ന താഴ്ന്ന വ്യവസ്ഥകൾ, അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? അത് ചലഞ്ച് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഓക്കെ, ചലഞ്ച് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അത് മാത്രമല്ല, അതിലും കാണാൻ പറ്റും എന്ത്? ചില ആളുകളോട് നമ്മൾ മോശമായി സംസാരിക്കുമ്പോൾ ചില പ്രത്യേക വാക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്? ഇവിടെ സൊസൈറ്റിയിൽ ഇങ്ങനെ പവർ സ്ട്രക്ചേഴ്സ് നിലനിൽക്കുന്നു എന്ന് അത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെയാണ് ഇതിനൊരു ചേഞ്ച് വരുത്താൻ ഇതിനെ കൊണ്ട് സാധിക്കുന്നത്. ഇറ്റ് എൻകറേജസ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ലാംഗ്വേജ് യൂസിലെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഇത് എൻകറേജ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇൻ ഡിസ്കഷൻസ് ആൻഡ് കൊളാബറേഷൻസ്. ഇതിലെ കണ്ടില്ലേ, ലൈക്ക് ഡിസ്കഷൻസിനും കൊളാബറേഷൻസിലും ലാംഗ്വേജിൻ്റെ യൂസിനൊക്കെ ഇതിന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹൈലൈറ്റ്സ് ഹൗ ലാംഗ്വേജ് ഷേപ്സ് അവർ തോട്ട്സ്. എങ്ങനെയാണ് നമ്മുടെ ചിന്തകളെ, നമ്മുടെ മനസ്സിലാക്കലുകളെ, നമ്മുടെ സമൂഹത്തിലുള്ള ഇടപെടലുകളെ എങ്ങനെയാണ് ലാംഗ്വേജ് രൂപപ്പെടുത്തുന്നത് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ രൂപത്തിലാണ് ഇത് ലാംഗ്വേജ് പ്രാക്ടീസ് വർക്ക് ചെയ്യുന്നത്. ഇനി ലക്ഷ്യങ്ങളും അതിൻ്റെ ഉപകാരങ്ങളും എന്തൊക്കെയാണ്? ഇറ്റ് ഹെൽപ്സ് ഇൻഡിവിജ്വൽസ് ബിക്കം ക്രിറ്റിക്കലി അവെയർ ആൻഡ് ആക്റ്റീവ് കമ്മ്യൂണിക്കേറ്റേഴ്സ്. വെറുതെ ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേറ്റർ അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുന്ന ആളുകൾ ആവാനല്ല ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, മറിച്ച് കാര്യങ്ങളെയൊക്കെ ക്രിറ്റിക്കലി ആലോചിക്കാൻ, വിമർശനാത്മകമായി സമീപിക്കാനും, അതിനെ നമ്മൾ ഏത് ഭാഗത്ത് അല്ലെങ്കിൽ ഏത് സമയത്ത് എങ്ങനെയാണ് നമ്മളതിനെ യൂസ് ചെയ്യേണ്ടത് എന്നെല്ലാം തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇറ്റ് റീഡിഫൈൻസ് ലാംഗ്വേജ് ആക്ഷൻ ആസ് എ ടൂൾ ഫോർ പോസിറ്റീവ് ചേഞ്ച്. ഒരു നന്മയുടെ മാറ്റം സമൂഹത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ഉപകരണമായിട്ട് നമുക്ക് ഇതിനെ പരിഗണിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. എയിമിംഗ് ഫോർ എംപവർമെൻറ്റ്, ഫെയർനെസ് ആൻഡ് ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ. ഓക്കെ, ഇതിനെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ചലഞ്ചസ് ദ ഐഡിയ ദാറ്റ് ലാംഗ്വേജ് എഡ്യൂക്കേഷൻ ഈസ് ജസ്റ്റ് എ ടെക്നിക്കൽ സ്കിൽ. ഇത് ജസ്റ്റ് ഒരു ടെക്നിക്കൽ സ്കിൽ മാത്രമല്ല എന്നാണ് പറയുന്നത്. ലാംഗ്വേജ് എഡ്യൂക്കേഷൻ എന്നത് ടെക്നിക്കൽ സ്കില്ല് മാത്രമല്ല എന്നുള്ള ഐഡിയ കൂടി ഇത് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ ഡീകോളനൈസിങ്. അതെ, ഒരു കോളനിവത്കരിക്കപ്പെട്ടൊരു സമയത്തെ അല്ലെങ്കിൽ സമൂഹത്തെ അതിനെ ഡീകോളനൈസ് ചെയ്യാൻ, അതായത് കോളനിവത്കരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ എന്ത് സാധിക്കും?
ഓക്കെ, എന്തിനു സാധിക്കും? ലാംഗ്വേജിന് സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ റീക്ലെയിം ദർ ലിംഗ്വിസ്റ്റിക് ഐഡൻറ്റിറ്റീസ് ആൻഡ് റെസിസ്റ്റ് ഡോമിനൻറ്റ് ലാംഗ്വേജ് പ്രഷേഴ്സ്. അപ്പോൾ അതിൻ്റെ ഒരു സമൂഹത്തിന് എന്തുണ്ട്? ഭാഷാപരമായിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട്. ഒരു സമൂഹത്തിന് ഇപ്പോൾ നമ്മൾ തൃശ്ശൂരുള്ള ഞാൻ സംസാരിക്കുന്നത് ഒരു രീതിയിലായിരിക്കാം. അപ്പോൾ എൻ്റെ ഒരു ലിംഗ്വിസ്റ്റിക് ഐഡൻറ്റിറ്റി ഉണ്ട്. അത് എനിക്ക് ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ എന്തുകൊണ്ട് സാധിക്കും? ലാംഗ്വേജ് പ്രാക്ടീസ് പ്രവർത്തിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അത് ജീവിതത്തിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ട് എനിക്ക് സാധിക്കും. ഇറ്റ് പ്രൊമോട്ട്സ് ഇൻക്ലൂസീവ് ആൻഡ് ഫെയർ ലാംഗ്വേജ് എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ നീതിപരമായിട്ടുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലാംഗ്വേജ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാനാണ് ലാംഗ്വേജ് പ്രാക്ടീസ് ഉള്ളത്. ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ബ്രോഡർ ഗോൾസ് ഓഫ് കൾച്ചറൽ അഫർമേഷൻ, ഫെയർനെസ് ആൻഡ് നോളജ് ആൻഡ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. സാമൂഹികമായിട്ടുള്ളൊരു മാറ്റം വരുന്നതിൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് ടീച്ചിങ്ങിൽ എങ്ങനെയാണ് പ്രാക്ടീസ് ഉപയോഗപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പ്രാക്ടീസ് വരുന്നത് മനസ്സിലാവാം. ഇറ്റ് ഷിഫ്റ്റ്സ് ടീച്ചിങ് അവേ ഫ്രം സിംപ്ലി ഗിവിംഗ് റൂൾസ് ടു ക്രിയേറ്റിംഗ് ക്രിറ്റിക്കൽ പാർട്ടിസിപ്പേറ്ററി ആൻഡ് ഇൻട്രാക്റ്റീവ് ലേണിംഗ്. ഇത് ജസ്റ്റ് റൂൾസ് മാത്രം കൊടുക്കുകയല്ല. അതല്ല നമ്മൾ പറഞ്ഞു, ഗ്രാമറോ വൊക്കാബുലറിയോ അല്ല, മറിച്ച് ക്രിയേറ്റിംഗ് ക്രിറ്റിക്കൽ പാർട്ടിസിപ്പേറ്ററി ആൻഡ് ഇൻട്രാക്റ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ്സ്. എല്ലാവർക്കും ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നൽകുന്നുണ്ട്. ഇറ്റ് എൻകറേജസ് ലേണേഴ്സ് ടു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ്സ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജ് യൂസ് ആസ് എ പാർട്ട് ഓഫ് റിയൽ വേൾഡ് സിറ്റുവേഷൻസ്. നമ്മുടെ യഥാർത്ഥ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയാണോ ഭാഷയെ ഉപയോഗപ്പെടുത്തുന്നത് ആ രീതിയിൽ ഇതിനെ ഉപയോഗപ്പെടുത്താൻ ലാംഗ്വേജ് പ്രാക്ടീസ് പെഡഗോഗിക്കൽ മേഖലയിൽ, അതായത് അധ്യാപന മേഖലയിൽ അതിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് തിങ്, ദ റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ സോഷ്യൽ പ്രാക്ടീസ് ആൻഡ് ഐഡൻറ്റിറ്റി ഫോർമേഷൻ. വ്യക്തിത്വ രൂപീകരണത്തിൽ എങ്ങനെയാണ് നമ്മുടെ പ്രാക്ടീസിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ എങ്ങനെ നമുക്ക് നോക്കാം. ലാംഗ്വേജ് ഒരു സോഷ്യൽ ടൂളാണെന്നാണ് നമ്മുടെ ഫസ്റ്റ് ടൈറ്റിൽ പറയുന്നത്. ലാംഗ്വേജ് ഒരു സോഷ്യൽ ടൂളാണെന്നാണ്. ലാംഗ്വേജ് ഫണ്ടമെൻ്റൽ ആണ് ടു ഇൻട്രാക്ട്, ഹൗ വി ഇൻട്രാക്ട് ആൻഡ് ലിവ് ഇൻ സൊസൈറ്റി. നമ്മൾ സംബന്ധിച്ചിരിക്കുന്നതിൽ ലാംഗ്വേജിന് ഫണ്ടമെൻ്റൽ ആണെന്ന് പറയുന്നു. ഇറ്റ്സ് ഡീപ്ലി കണക്റ്റഡ് ടു അവർ കൾച്ചർ, റൂൾസ് ആൻഡ് പവർ ഡൈനാമിക്സ്. അത് എന്താണ്, നമ്മുടെ കൾച്ചറായിട്ട്, നമ്മുടെ റൂളുകളുമായിട്ട്, പവർ ഡൈനാമിക്സുമായിട്ട് വളരെയധികം ബന്ധമുണ്ടെന്ന് പറയുന്നു. ഇറ്റ് ഷേപ്സ് നോട്ട് ഓൺലി വാട്ട് വി സേ, നമ്മൾ പറയുന്നത് മാത്രമല്ല, നമ്മൾ എപ്പോഴാണോ, എങ്ങനെയാണോ, അല്ലെങ്കിൽ ആരോടാണോ സംസാരിക്കുന്നത്, ആ സംസാര രീതി എങ്ങനെയാണ്, അത് ആക്സെപ്റ്റബിൾ ആണോ, വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യമെല്ലാം തന്നെ ഇത് വിലയിരുത്തുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് ലൈക്ക് ഗ്രീറ്റിംഗ് കസ്റ്റംസ്, അക്കാദമിക് ഡിസ്കഷൻ. അല്ലെ ഗ്രീറ്റിംഗ് കസ്റ്റംസ്, നമ്മൾ ഒരാളെ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഗ്രീറ്റ് ചെയ്തത്. ഇപ്പോൾ ഗുഡ് മോർണിംഗ് ആണ്, പക്ഷേ ഭരണ വീട്ടിൽ നമ്മൾ എന്തില്ല, ഒരു ഗുഡ് മോർണിംഗ് പറയില്ല. അതുപോലെ തന്നെ അക്കാദമിക്സ് ഡിസ്കഷനിൽ നമ്മൾ വളരെ കാഷ്വൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് ഒന്നും നടത്തില്ല, മറിച്ച് വളരെ അക്കാദമിക് ആയിട്ടുള്ള, വളരെ ഫോർമൽ ആയിട്ടുള്ള, വളരെ കാഷ്വൽ അല്ലാത്ത രീതിയിലുള്ള ചർച്ചകളായിരിക്കും നടത്തുക. ഓക്കെ, അതുതന്നെ പൊളിറ്റിക്കൽ സ്പീച്ചസ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, അതിവിടെയൊക്കെ നടത്തുമ്പോൾ ഏത് മേഖലകളിലൊക്കെ നമ്മൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചസ് ആയിരിക്കും ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ലാംഗ്വേജ് ബോത്ത് റിഫ്ലെക്ട്സ് സൊസൈറ്റി സ്ട്രക്ചേഴ്സ് ആൻഡ് ഹെൽപ്സ് ടു ഓർഗനൈസ് ദം. ലാംഗ്വേജ് സൊസൈറ്റിയുടെ സ്ട്രക്ചർ പോലെ തന്നെ അതെങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ, റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് അത് ഇനി എങ്ങനെയാണ് സമൂഹത്തിലൊരു സോഷ്യൽ ഓർഡർ ഉണ്ടാക്കിയെടുക്കുന്നത്, ലാംഗ്വേജ് എങ്ങനെയാണ് അത് സമൂഹത്തിലെ സോഷ്യൽ ഓർഡർ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് പറയാം. By using language strategically, individuals understand their roles, either strengthen or challenge social rules, and define their relationship with others. അപ്പോൾ ലാംഗ്വേജ്, സമൂഹത്തിലൊരു ലാംഗ്വേജ് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്, അതിൻ്റെ സ്ട്രാറ്റജി എങ്ങനെയാക്കണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ റോളുകൾ എന്താണെന്ന് മനസ്സിലാകും. സമൂഹത്തിൽ അവരുടെ റോളുകൾ എന്താണ് ഇന്ന് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. കാരണം ഒരു ടീച്ചർ സംസാരിക്കുന്ന രീതിയിലായിരിക്കില്ല ഒരു ഡോക്ടർ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു രീതിയിലായിരിക്കില്ല ഒരു ഹോട്ടൽ നടത്തുന്ന ആൾ സംസാരിക്കുന്നത്. സോ ദർ വിൽ ബി ഡിഫറൻസ് ഇൻ വാട്ട് എവർ തിങ്സ് ദേ സ്പീക്ക്. ഓക്കെ, വാട്ട് എവർ തിങ്സ് ഇൻ വിച്ച് ദേ യൂസ് ദെയർ ലാംഗ്വേജ്. അപ്പോൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിലൊക്കെ വ്യത്യാസങ്ങളുണ്ടാകും. റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ദിസ് മേക്സ് ലാംഗ്വേജ് എ കീ വേ ദാറ്റ് സോഷ്യൽ ഓർഡർ ഈസ് സ്പ്രെഡ് ഓർ മെയിൻറ്റെയിൻ. ഒരു സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ലാംഗ്വേജ് കൊണ്ട് സാധിക്കുന്നു. ലാംഗ്വേജ് ആൻഡ് ഐഡൻറ്റിറ്റി ഫോർമേഷൻ, ഇനി എങ്ങനെയാണ് ലാംഗ്വേജ് വ്യക്തിത്വ രൂപീകരണത്തിൽ ഹെൽപ്പ് ചെയ്തത് നോക്കാം. Language is a powerful symbol in how individuals and groups create, express and negotiate who they are in society. സമൂഹത്തിൽ ഓരോരുത്തർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും അതിനെ രൂപപ്പെടുത്താനും എക്സ്പ്രസ് ചെയ്യാനും നെഗോഷിയേറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു അടയാളമാണ് ഇത് ലാംഗ്വേജ്. ഓക്കെ, ലാംഗ്വേജ് in our linguistic choices like accent, switching between languages, word choices, storytelling,
show various identity markers such as ethnicity, gender, social class, age and profession. ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ആക്സെൻറ്റുകളുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ആക്സെൻ്റ് ആണ്. ഇന്ത്യൻ ആക്സെൻറ്റ് അമേരിക്കയിൽ പോയി സംസാരിച്ചാൽ വാട്ട് വിൽ ബി ദ സിറ്റുവേഷൻ? ദെൻ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദേ വിൽ ക്രൂസിഫൈ us. നോട്ട് ജസ്റ്റ് ക്രൂസിഫൈ, ദേ വിൽ ജസ്റ്റ് സീ us ആസ് എൻ ഔട്ട്സൈഡർ, റൈറ്റ്? സോ നമ്മളവിടെ ചെല്ലുമ്പോൾ പിന്നെ നമ്മൾ ഇന്ത്യൻ ആക്സെൻ്റ് ആണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. വാട്ട് യു ഡു സംസാരിച്ചാൽ സോ ദേ വിൽ ഷുവർലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ആർ ഫ്രം ഇന്ത്യ. നമ്മൾ ഇന്ത്യയിൽ നിന്നാണെന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വിച്ചിങ് ബിറ്റ്വീൻ ലാംഗ്വേജസ്, അതുപോലെ തന്നെ നമ്മുടെ ഇടയ്ക്ക് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹിന്ദിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിൽ ഇംഗ്ലീഷിൻ്റെ കടന്നുവരവ് ഒരുപാട് പറഞ്ഞപ്പോൾ സോ ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോഴൊക്കെ തന്നെ നമ്മുടെ ലിംഗ്വിസ്റ്റിക് ചോയ്സസ്, നമ്മുടെ ജെൻഡർ, നമ്മുടെ എത്നിസിറ്റി, നമ്മുടെ സോഷ്യൽ ക്ലാസ്, ഏജ് എല്ലാം തന്നെ പലതരത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഐഡൻറ്റിറ്റി ഫോം ചെയ്യുന്നു എന്നർത്ഥം. And there are some extra additional points here that you can ponder on. I'll just read it. Language is deeply involved in showing alignment with differentiating from and gaining social recognition. Social recognition ചെയ്യുന്നതിൽ ഇതാണ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. People might use non-standard language to show belonging to a group. So if you want to show that we belong to some groups, we will show നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് തോന്നിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള ലാംഗ്വേജ് ആക്സൻസോ സ്പെസിഫിക് ആയിട്ടുള്ള ലാംഗ്വേജ് എന്താ പറയുക, കൊളക്വൽ ലാംഗ്വേജസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ ഒരുപാട് കുട്ടികൾ മറ്റു പല ജില്ലകളിൽ നിന്ന് വരുന്നു. നമ്മൾ തൃശ്ശൂർക്കാരെ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? വിൽ ഡിസ്കസ് ലൈക്ക് ഗടി നമുക്ക് ഇവിടെ നിന്നാലോ അല്ലേ, അങ്ങനെ പറഞ്ഞാലോ രസമുള്ളൂ ഒക്കെ നാം പറഞ്ഞിട്ട് എന്ത് ചെയ്യും? വി ഗ്യാദർ. And language doesn't just show identity, it actually creates it through repeated social interactions. ക്രിയേറ്റ് ഐഡൻറ്റിറ്റി കാണിച്ചു തരാൻ മാത്രമല്ല ഐഡൻറ്റിറ്റി രൂപപ്പെടുത്താൻ ലാംഗ്വേജ് കൊണ്ട് സാധിക്കും. ഓക്കെ.